ഇതാണ് കേട്ടോ ചൈനയിലത്തെ കറണ്ട് സിറ്റുവേഷൻ ഉള്ളത്. എല്ലാവരും കാണൂ. ഇനി നിങ്ങൾ പറയൂ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ സ്റ്റേറ്റ് എമർജൻസി ഉണ്ടോ? ഹൈ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഷിയാനിലാണ്, അതും ചൈനയിലെ ഷിയാനിൽ. ഇപ്പോൾ നാട്ടിൽ മൊത്തം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിൽ പുതിയ ഒരു വൈറസ് ഇറങ്ങിയിട്ടുണ്ട്, വേരിയൻ്റ് ഇറങ്ങിയിട്ടുണ്ട്, ഭയങ്കര സീനാണ്. HMPV എന്ന് പറഞ്ഞൊരു വൈറസ് ഇറങ്ങിയിട്ടുണ്ട്, ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് പഴയ കുറേ വീഡിയോസ് എടുത്തിട്ട് അവർ ഇറക്കുന്നുണ്ട്. അതായത് ന്യൂസ് ചാനലുകളിൽ ഏഷ്യാനെറ്റ്, 24 നാട്ടിലത്തെ കുറേ ന്യൂസ് ചാനലുകൾ തന്നെ ഇതൊക്കെ ഇറക്കുന്നുണ്ട്. അതായത് മൊത്തം പഴയ കോവിഡിൻ്റെ സമയത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് അവർ ഫുള്ള് ഇപ്പോൾ വീഡിയോസ് വൈറലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HMPV എന്ന് പറഞ്ഞൊരു വൈറസ് ഉണ്ട്. ഇവിടെ എല്ലാ വിൻ്റർ ആയി കഴിഞ്ഞാലും ഇവിടെ ഓരോ വൈറസും സംഭവങ്ങളൊക്കെ വരുന്നത്. അതായത് നോർമൽ പനി, ജലദോഷം, റൈനോ വൈറസ് പോലത്തെ ഒരു സംഭവം തന്നെ. അത് ചിലവർക്ക് അത് ന്യൂമോണിയ ആവുന്നുണ്ട്, ബ്രോങ്കൈറ്റിസ് ആവുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേപോലെ കുറേ പേർക്ക് ന്യൂമോണിയ, മൈക്കോപ്ലാസ്മ ന്യൂമോണിയ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാനും എനിക്കും ന്യൂമോണിയ പിടിച്ച് ഞാനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു 5 ദിവസം. അതിൻ്റെ ഉള്ളിൽ സംഭവം എല്ലാം റെഡിയായി. ഇപ്പോഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പോലും സീരിയസ് അല്ല. ഇത് വെറുതെ ഉള്ള ഒരു നോർമൽ വൈറസ്. അതായത് ഒരു പനി, ജലദോഷമൊക്കെ വന്ന് ഒരു 5-6 ദിവസം കഴിഞ്ഞാൽ മാറുന്ന ഒരു ചെറിയൊരു ഇൻഫെക്ഷനാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ന്യൂസൊക്കെ പറഞ്ഞിരുന്നത് ഇവിടെ കുറേ ഹോസ്പിറ്റലിലെല്ലാം ഫുള്ളാണ്, പിന്നെ അതേപോലെ മെഡിസിൻ കിട്ടുന്നില്ല, ആൾക്കാർക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല, കുറേ ആൾക്കാർ മരിച്ചു വീഴുന്നു, അങ്ങനെ കുറേ ന്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിലത്തെ റിയൽ സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ നിങ്ങൾ ന്യൂസ് പറയണതാണോ വിശ്വസിക്കുക, അതോ നമ്മൾ നേരെ റിയാലിറ്റിയിൽ എന്താണോ സംഭവിക്കുന്നത് അതാണോ വിശ്വസിക്കുക എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് പറയണം. അപ്പോൾ നമ്മൾ നേരെ ഇനി ഹോസ്പിറ്റലിൽ പോകുന്നു. ഹോസ്പിറ്റലിൽ എത്ര വാഹനം തിരക്കുണ്ട്, എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം, റിയാലിറ്റി എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് വന്നേക്കാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് എവിടെയാണ് ഇവിടെ ക്രൗഡായിട്ടുള്ളത്. നമുക്ക് നേരെ ഉള്ളിലോട്ട് വരാം. അതായത് അമ്മച്ചി മുടിയൊക്കെ ചീന്തിയിട്ട് ഇവിടെ പോകുന്നുണ്ട്, ഫുൾ മേക്കപ്പൊക്കെ ഇട്ടിട്ട്. ഇവിടെ ആൾക്കാർ മാസ്ക് വയ്ക്കുന്നുണ്ട്. ഇത് നോർമൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ, അത്രേ ഉള്ളൂ. അതിനെയാണ് നമ്മുടെ നാട്ടിൽ ന്യൂസുകാർ മൊത്തം അങ്ങ് പോലിപ്പിച്ചുണ്ടാക്കുന്നത്. ഇനി നമുക്ക് നേരെ ഉള്ളിലോട്ട് കയറി നോക്കാം. നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ വരുന്നത്. അത്ര ക്രൗഡ് ഉണ്ടോയെന്ന് നിങ്ങൾ തന്നെ പറയൂ. നോർമലായിട്ട് എങ്ങനെയാണോ ഹോസ്പിറ്റലിൽ നമ്മൾ ഇൻറ്റേൺഷിപ്പിന് വരുമ്പോൾ എങ്ങനെയാണോ ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല, അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ആൾക്കാർ അവിടെ മരുന്നൊക്കെ മേടിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മറ്റേ ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട്. ഇവിടെ നമുക്ക് മുകളിലോട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ സൈഡിലോട്ടൊക്കെ പോയി നോക്കാം. ബെഡ് ഫിൽഡാണോ, ആൾക്കാർ പുറത്ത് കിടക്കുന്നുണ്ടോ, പിന്നെ എന്തൊക്കെയോ ന്യൂസിൽ വരുന്നുണ്ടല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. നമുക്കിനി അത് ഉള്ളിൽ ചെന്നിട്ട് കാണാം. ഇതാണ് ഔട്ട് പേഷ്യൻറ്റിൻ്റെ ഒരു ഫ്ലോർ വരുന്നത്. 4 ഫ്ലോറിലാണ് ഔട്ട് പേഷ്യൻ്റ് വരുന്നത്. ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണോ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഹോസ്പിറ്റലുകൾ? പറയൂ. ഔട്ട് പേഷ്യൻറ്റിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോയി കാണിച്ചു തരാം. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഔട്ട് പേഷ്യൻറ്റിൻ്റെ സംഭവം. ഇതാണോ നിങ്ങൾ പറഞ്ഞ ന്യൂസുകാർ പറഞ്ഞ തിങ്ങി നിറങ്ങിയിട്ടുള്ള ഹോസ്പിറ്റലുകൾ? ഔട്ട് പേഷ്യൻറ്റിൻ്റെ വേറൊരു സ്ഥലം. അവിടെ ഒരാൾ BP ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോർമലാണ് ഇത്. എന്നും ഹോസ്പിറ്റൽ ഇങ്ങനെ തന്നെ. നാട്ടിലത്തെ ഹോസ്പിറ്റലിൽ എന്താ ഇതേ അവസ്ഥ തന്നെയല്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെയുള്ളൂ. കൂടുതലായിട്ട് ഒന്നും തന്നെ ഇവിടെ സംഭവിക്കുന്നില്ല. നോർമലായിട്ട് പറഞ്ഞ പോലെ തന്നെ ഒരു റൈനോ വൈറസ്, അതായത് ചെറിയ രീതിക്കുള്ളൊരു ഇൻഫെക്ഷനാണ്. ചിലവർക്ക് അത് റെസ്പിറേറ്ററി ഇൻഫെക്ഷനായിട്ട് മാറുന്നുണ്ട്, അത് ന്യൂമോണിയ രീതിക്ക് ആവുന്നുണ്ട്. അല്ലാണ്ട് കോവിഡ് കണക്ക് സ്പ്രെഡായിട്ട് ഇവിടെ ഫുള്ള് ഇതാണ്, അങ്ങനെ സ്കീമൊന്നും ഇല്ല. ഇൻപേഷ്യൻ്റ് ഇതാണ് വരുന്നത്, നമ്മുടെ ഹോസ്പിറ്റലിൽ ഇൻപേഷ്യൻ്റ്. ഇവിടെയൊക്കെ അത്യാവശ്യം ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവരും റെസ്റ്റിങ്ങിലാണ്. ഉള്ളിലൊക്കെ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കോറിഡോറിലൊന്നും ആരും കിടക്കുന്നില്ല. ഫുള്ള് ടൈപ്പ്. ഇവിടെ നിന്ന് ആരും ഇരിക്കുന്നില്ല. ഇതൊക്കെ ചുമ്മാ കുറേ ന്യൂസുകളോ. ഇവിടെ ഫ്രീ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അത്ര സീരിയസ്. ഇപ്പോൾ ഗൈസ്, നിങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലത്തെ വിഷ്വൽസൊക്കെ ഉണ്ടല്ലോ. ഇവിടെ എത്രയേ ഉള്ളൂ സംഭവങ്ങളൊക്കെ. ഇവിടെ നോർമലാണ്, എല്ലാം പഴയ പോലെ തന്നെ ഉണ്ട്. അല്ലാണ്ട് പുതിയ രീതിക്കായിട്ടുള്ള നമ്മുടെ ന്യൂസ് ചാനലിൽ കാണുന്ന പോലെ ഒന്നും തന്നെ ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയൊക്കെയാണ്. ഹോസ്പിറ്റലിൽ നിങ്ങൾ കണ്ടല്ലോ, എല്ലാം നോർമൽ പഴയ പോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഔട്ട് പേഷ്യൻറ്റിൻ്റെ ബിൽഡിംഗ് വരുന്നത്. അതിൻ്റെ ബാക്കിലോട്ടാണ് നമ്മുടെ ഇൻ പേഷ്യൻറ്റിൻ്റെ ബിൽഡിംഗ് വരുന്നത്. പിന്നെ ഈ വരുന്നതാണ് നമ്മുടെ എമർജൻസി ബിൽഡിംഗ് വരുന്നത്. പിന്നെ അപ്പുറത്തേക്ക് സർജറി ബിൽഡിംഗ്. ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല, ഒക്കെ നോർമലായിട്ട് തന്നെ. ആൾക്കാർ PPE കിറ്റ് പോലും ഇട്ടിട്ട് നമ്മൾ ഒരു സ്റ്റാഫിന് പോലും ഉള്ളിലൊന്നും കണ്ടില്ല. നമ്മളിവിടെ ഡെയിലി ഇൻറ്റേൺഷിപ്പിന് വരുന്നതാണ്, നമുക്കറിയാലോ ഇവിടെ ഒരു പ്രശ്നമില്ല, കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ. അവിടെ ഒന്നും ഒരു കുഴപ്പമില്ലാതെ കണ്ടില്ലേ നിങ്ങൾ. ഇനി ഇവിടെ പൂവും ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് പേഷ്യൻറ്റിനെ കാണാൻ വരുന്നവർക്ക് ഇങ്ങനെ ഓരോ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന സംഭവമായിട്ട് ഇങ്ങനത്തെ ഈ ഫ്രൂട്ട്സിൻ്റെ സാധനങ്ങളൊക്കെ. ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് പോകുന്നത്. ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. എവിടെയാണ് ഇവിടെ കൊറോണയും അതേപോലെ കോവിഡിൻ്റെ കാലത്തെ കുറേ വീഡിയോസൊക്കെ, പഴയ വീഡിയോസൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ സ്ട്രീറ്റ് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ഏരിയയിലോട്ട് പോയി നോക്കാം. അതായത് ലോക്കൽ മാർക്കറ്റിൻ്റെ ആ ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ഏരിയയിലോട്ടാണ് നമ്മളിനി പോകുന്നത്.
അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് നമ്മൾ ഇനി ഒരു ചീപ്പ് സ്ട്രീറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോർമൽ ചൈന ലൈഫ് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതലായിട്ട് ഒന്നും തന്നെ ഇല്ല. ആൾക്കാർ ഇവിടെ ബസ് കാത്ത് നിൽക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ മാസ്ക് വെച്ചിട്ടുണ്ട്. അത് തണുപ്പായി കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും മാസ്കും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ആ കോവിഡിന് ശേഷം എല്ലാവരും കോമൺ ആയിട്ട് ഇവിടെ മാസ്കൊക്കെ യൂസ് ചെയ്ത് തരുന്നത് തന്നെയാണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു വൈറസിൻ്റെ രീതിക്കായിട്ട് ഇവിടെ കൂടിയിട്ടുണ്ട് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നു. എവിടെ തിരക്ക്? പറയൂ ഗൈസ്, എവിടെയാണ് തിരക്കുള്ളത്? നമുക്ക് ഇവിടെ നിന്ന് അപ്പുറത്തൊരു ചീപ്പ് സ്ട്രീറ്റ് ഉണ്ട്. ആ ചീപ്പ് സ്ട്രീറ്റിലോട്ട് പോയി നോക്കാം. നമ്മുടെ ചീപ്പ് സ്ട്രീറ്റ് അവിടെയാണ് വരുന്നത്. നമ്മുടെ നാട്ടിലത്തെ മീഡിയ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് എമർജൻസി ഒക്കെ ആണല്ലോ ചൈനയിൽ ഇപ്പോൾ കറൻ്റ്ലി. നാട്ടിലത്തെ മീഡിയ അനുസരിച്ചിട്ട് നാട്ടിലത്തെ ഓരോ ന്യൂസ് ചാനൽ പറയുന്നതൊക്കെ അനുസരിച്ചിട്ട് ഇവിടെ ചൈനയിൽ പല സ്ഥലത്തും സ്റ്റേറ്റ് എമർജൻസി ആണ്, അതാണ് ഇതാണെന്നൊക്കെയല്ലേ. നമ്മൾ കുറേ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പല പ്രൊവിൻസിലുള്ള ഫ്രണ്ട്സിനെ നമ്മൾ വിളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു അവിടെ ഒന്നും കുഴപ്പമില്ല, ഇതേപോലെ തന്നെ നോർമലായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്കിനി ഈ സ്റ്റേറ്റ് എമർജൻസി, നാട്ടിൽ പറയപ്പെടുന്ന സ്റ്റേറ്റ് എമർജൻസി ആയിട്ടുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടുത്തെ സ്ട്രീറ്റ്സൊക്കെ അടച്ചേക്കാണോ, കണ്ടെയ്ൻമെൻറ്റ് സോണാണോ, എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ എന്തൊക്കെ തുറന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക്, കാരണം നമ്മൾ റിയാലിറ്റി എന്താണെന്നുള്ളത് ഇവിടെ കാണിച്ചു തരാം. അത് കാണിച്ചു തന്നതിന് ശേഷം നിങ്ങൾക്ക് മറ്റേ നാട്ടിലത്തെ ന്യൂസ് വിശ്വസിക്കണോ അതോ ഇവിടെ നേരിൽ കാണുന്നത് എന്താണ്? ഇത് ഇന്ന് ജനുവരി മാസം 3-ാം തീയതി എടുത്തിട്ടുള്ള വീഡിയോസാണ് ഇട്ടത്. ഇവിടെ സ്ട്രീറ്റ് ഫുഡ്സൊക്കെ ഉണ്ട്. ഇത് നോർമലായിട്ടല്ല, അത് ഫ്രൂട്ട്സ് കടകളുണ്ട് ഇവിടെ. നോക്കൂ, നൂഡിൽസ് കിട്ടുന്ന കടകൾ, ഷൂസും ജാക്കറ്റും കിട്ടുന്ന കടകൾ, എല്ലാതും അതേപോലെ തന്നെ ഉണ്ട്. ഒരു രീതിക്കും ഒരു മാറ്റം വന്നിട്ടില്ല ഇവിടെ. നാട്ടിൽ കാണുന്ന ന്യൂസ് എന്തെല്ലാം പറയുന്നത്, ഒരു അമ്മച്ചി പച്ചക്കറിയൊക്കെ മേടിച്ച് പോകുന്നു, ഒരു മാസ്ക് കാണിച്ച് സിഗരറ്റും വലിച്ചു പോകുന്നു ഇതിൻ്റെ ഇടയിൽ കൂടെ. ഇവിടെ നമ്മൾ വീണ്ടും സ്ട്രീറ്റിൻ്റെ ഉള്ളിലോട്ട് നമ്മളിങ്ങനെ പോവാട്ടോ. കാണൂ ഗൈസ്, സ്ട്രീറ്റ് എല്ലാം തന്നെ ഓപ്പണാണ്. ഇനി ഇവിടെ ഇതിൽ കൂടുതൽ എന്താ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതില്ല. ഇനി നമുക്കൊരു മോളിലോട്ടും കൂടി പോയി നോക്കാം. മോളിനി അടച്ചേക്കാണെങ്കിലോ, ഇനി ആ മോളാണെങ്കിലോ നമ്മുടെ നാട്ടിലത്തെ ന്യൂസുകൾ പറഞ്ഞ പോലത്തെ മറ്റേ സ്റ്റേറ്റ് എമർജൻസി ഒക്കെ ഉള്ള സ്ഥലങ്ങൾ, കളർഫുള്ളായിട്ടുള്ള എല്ലാ സ്ട്രീറ്റ് ഫുഡ്സും ഓപ്പൺ അവിടെ കണ്ടോ. ഏറ്റവും ചീപ്പായിട്ടുള്ള കിട്ടുന്ന ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ. ഒരു അമ്മച്ചി ഇവിടെ മാസ്ക് ഒന്നും ഇടാണ്ട് ഫോണൊക്കെ വിളിച്ചിട്ട് വരുന്നുണ്ട്. അമ്മച്ചി എന്തൊക്കെയുണ്ട് സുഖം? നീ ഒരു ഫുള്ള് ഉഡായിപ്പ് ന്യൂസും കാണിച്ചിട്ടാണ് നമ്മളെ ആൾക്കാർ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും തന്നെ പേടിക്കാനില്ല. കാരണം ഇന്നലെ എണീറ്റപ്പോൾ നാട്ടിൽ നിന്ന് മൊത്തം മെസ്സേജ് ഇതാ, എന്താണ് ചൈനയിൽ എന്ത് സംഭവിക്കുന്നു, അയ്യോ ചൈനയിൽ എന്ത് സംഭവിക്കുന്നു. ഇവിടെ ഒരു കുഴപ്പമില്ല, ഇവിടെ എല്ലാം നോർമലാണ്. നമ്മൾ എത്ര ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു ഏരിയ കംപ്ലീറ്റ് ആയി കേൾക്കുകയാണ് ഗൈസ്. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ അതൊക്കെ നൈറ്റ് ഷോപ്പിൻ്റെ സ്ഥലങ്ങളാണ്. നൈറ്റ് ആയിക്കഴിഞ്ഞാൽ അവിടെ കുറേ തട്ടുകട കണക്ക് കുറേ സ്ട്രീറ്റ് ഫുഡ്സൊക്കെ വരും. നമ്മൾ കുഞ്ഞ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നതാണ് സ്ട്രീറ്റ് വീഡിയോസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു സൈഡിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഇവിടെ നിന്ന് നേരെ ഒരു മോളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ക്രൗഡ് നിങ്ങൾക്ക് കാണാമല്ലോ. ഇനി അങ്കിൾ ഇവിടെ ഫുൾ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചൈനേൻ്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഭയങ്കര ക്ലീൻ ആയിരിക്കും. പിന്നെ ഇവിടെ എല്ലായിടത്തും വേസ്റ്റ് ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നോക്കൂ, ഇത്രയും ക്രൗഡ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 3:30 ആയിട്ടുണ്ട്. രാത്രി ആയിക്കഴിഞ്ഞാൽ അവിടെ ഫുൾ ക്രൗഡായിരിക്കും. ഒന്നും തന്നെ പറയാമല്ലോ, ഇവിടെ ഭയങ്കര ക്രൗഡായിരിക്കും. അതാണ് നമ്മുടെ നാട്ടിലത്തെ ന്യൂസ് കാണിക്കുന്നത്. സ്റ്റേറ്റ് എമർജൻസി. എന്താണ് സ്റ്റേറ്റ് എമർജൻസി? ഇവിടെ ആൾക്കാർ നോക്കൂ, ഫുൾ ക്രൗഡ് തന്നെ ഇവിടെ. പാവയൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ മോളിലോട്ട് കയറാമല്ലേ. മോള് ഇനി അടച്ചേക്കാണോ? എവിടേക്കൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എത്രമാനം ആൾക്കാരാണ് അവിടെ നടക്കുന്നത്. ഇതാണ് ചൈനയിലത്തെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ കേട്ടോ. ജനുവരി 3, 2025 ജനുവരി 3, 4 സമയത്തെ സിറ്റുവേഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ ന്യൂസിലത്തെ ഒന്നും തന്നെ ശരിയല്ല. ഇതാണ് റിയാലിറ്റി. മെയ്ത്തും എൻ്റെ ആളെ ഓടി പോകുന്നുണ്ട്. ഇവിടെ എല്ലാം നോർമലാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ മോള് കണ്ടെയ്ൻമെൻറ്റ് സോണാണോ നമുക്ക് നോക്കാം കേട്ടോ, എന്താണ് അവസ്ഥ എന്നുള്ളത്. മോളിൽ എത്ര ആൾക്കാരുണ്ട് എന്നൊക്കെ നോക്കി നോക്കാം. നമ്മളിപ്പോൾ മോളിൻ്റെ ഉള്ളിലോട്ട് കയറിയാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ ഏകദേശം ഒരു 3 degrees ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെയാണ് ഈ ജലദോഷം പനിയൊക്കെ, അല്ലാണ്ട് കോവിഡും സാധനങ്ങളൊന്നും അല്ല. നോക്കൂ ഗൈസ്, മോളിലുള്ള തിരക്ക് എന്താണെന്നുള്ളത്. ആൾക്കാരൊക്കെ ഈ സമയത്ത് ഷോപ്പിംഗാണ് കേട്ടോ, ഫുൾ ഷോപ്പിംഗ്. കാരണം ഇവിടെ ചൈനീസ് ന്യൂ ഇയർ ആവാറായി. ഇനി ചൈനീസ് ന്യൂ ഇയർ ഏകദേശം ഇവിടെ നമുക്ക് ഒരു 10 ദിവസത്തോളം ചൈനീസ് ന്യൂ ഇയർ ഉണ്ടാവും. ഇതാണ് നമ്മുടെ മോളിലെ വ്യൂ വരുന്നത്. നോക്കൂ ഗൈസ്, മോളിൽ തിരക്കുണ്ടോ ഇല്ലേ നിങ്ങളിനി പറയൂ. മോളിൽ എന്താണ് അവസ്ഥ ഉള്ളത്? എവിടെയൊക്കെ ആൾക്കാരുണ്ട്.
എല്ലാം അവിടുത്തെ ക്രൗഡഡ് തന്നെ. ഇതാണ് ചൈനേൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നോർമൽ വീണ്ടും ഞാൻ പറയുന്നു, ചൈനയിലെല്ലാം നോർമലാണ്. നമ്മുടെ ന്യൂസ് കാണുന്നത് പോലെയല്ല. എസ്കലേറ്ററിൽ കയറിയേക്കാണ് കേട്ടോ. ഇവിടെ നോക്കൂ നിങ്ങൾ, എത്രമാനം തിരക്കാ നോക്കിക്കാ. ഇവിടെ മൊത്തം ആൾക്കാരാണ്, മൊത്തം ആൾക്കാരാണ്. അതെ, സ്വർണ്ണക്കടകളാണ് കേട്ടോ ഇവിടെ വരുന്നത്. മൊത്തം മോളിലത്തെ സ്വർണ്ണക്കടകളാണ്. സ്വർണ്ണക്കടകളിൽ വരെ തിരക്കാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും ഇവിടെ. അതെ, സ്വർണ്ണ വട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്. രഥം തോന്നുന്നു കേട്ടോ അത്. പിന്നെ അതെ, എന്തോ ഒരു വേറെ എന്തൊക്കെ സ്വർണ്ണത്തിന് ഇരിക്കുന്നുണ്ട്. ആൾക്കാരിതേ ഇവിടെ ഫുൾ തിരക്കാം. സ്വർണം മേടിക്കണോടത്തും തിരക്ക്, ഭക്ഷണം കഴിക്കണോടത്തും തിരക്ക്. ഇവിടെ നോർമലല്ല അത്. ഇതേ കല്യാണത്തിന് വേണ്ട ക്രൗണും സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ മോളിൻ്റെ ഉള്ളിലത്തെ ഒരു ചെറിയ പോണ്ടിലോട്ട് വന്നേക്കാണ് കേട്ടോ. അതെ, മുട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ ജനങ്ങളെ നിങ്ങൾ നോക്കൂ, ഫുൾ ക്രൗഡാണ്. അതെ, ആൾക്കാരൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു അരയന്ന എന്താ പറയുമല്ലോ അതിന്, ആ സംഭവം കണ്ടിട്ടോ ഇവിടെ. കൊച്ചു പിള്ളേർ വരെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മീനിനെയും ഇതിനെയൊക്കെ നോക്കിയിട്ട് കൊച്ചു പിള്ളേർ വരെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഇന്ത്യയിൽ. ഒരു പാരൻസ് പോലും ഇങ്ങനെ ചെറിയ പിള്ളേരെ പുറത്തിറക്കൂലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി കൂടെ എന്തോരം സത്യമുണ്ട് നമ്മുടെ നാട്ടിൽ പകർത്തുന്ന ന്യൂസ് അനുസരിച്ചിട്ട്. ഇവിടെ ഈ സാധനത്തിലേക്ക് നോക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇനി നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനി നമ്മൾ വേറൊരു സ്ട്രീറ്റ്, ഇവിടെ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡും സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയയിലോട്ട് വന്നേക്കാണ് കേട്ടോ. ഇനി ഇവിടെ എന്താ അവസ്ഥ നമുക്ക് നോക്കി നോക്കാം. അതെ, ഇതാണ് ചൈനേൻ്റെ കറണ്ട് സിറ്റുവേഷൻ. ഇവിടെ എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ട്. സോസേജും ദോശക്കല്ലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. ഹലോ, ഞാൻ ഇവിടെ ചിക്കൻ ഫ്രൈ ഇരിക്കുന്നുണ്ട്. പിന്നെ ചൈനേൻ്റെ വേറെ സ്പെഷ്യൽ ഫുഡ് ഐറ്റം ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എന്തല്ലോ ഫുഡ് ഐറ്റംസ്. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറി നോക്കാം. അതെ, കുറേ ചീസൊക്കെ ഉള്ളിലാക്കിയിട്ടുള്ള ഒരു റോളാണ് സംഭവം. പിന്നെ ഇത് പൊട്ടറ്റോൻ്റെ എന്താ സംഭവം, അത് ഞാൻ ഇത് നമ്മുടെ പൊട്ടറ്റോ വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഇത് പിന്നെ നമ്മുടെ സ്പൈസിൽ ആഡ് ചെയ്തിട്ടുള്ള അങ്ങനെ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഹലോ ഇത് ചിങ്കി തോപ്പും ഇരിക്കുന്നുണ്ട്. പിന്നെ കുറേ സൂപ്പും സാധനങ്ങളും. ആൾക്കാരൊക്കെ ഇവിടെ സുഖമായിരുന്നു, ചില്ലായിരുന്നു, ഫുഡും കഴിച്ച് ഫോണിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൂന്തൽ ഇരിക്കുന്നുണ്ട് ഇവിടെ. ഫുഡ് ഷോപ്പും എല്ലാം ഓപ്പണാ. കാണും, ഒരു പ്രശ്നമില്ല കേട്ടോ ഇവിടെ. സുന്ദരികളൊക്കെ പോകുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഗൈസ്, നമ്മൾ ചൈനേൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോയി നമ്മൾ, അതേപോലെ ഒരു ലോക്കൽ സ്ട്രീറ്റിലേക്ക് പോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മോളിലോട്ട് പോയി, പിന്നെ ഇവിടുത്തെ ഒരു ഫുഡ് സ്റ്റോളിലോട്ട് വന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമ്മുടെ നാട്ടിലത്തെ ന്യൂസ് പറയുന്നതാണോ ശരി, അതോ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതാണോ ശരി? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ശരിയാണ്, ഒരു ഇൻഫെക്ഷൻ ഉണ്ട്, വിൻ്റർ ആയിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു ചെറിയൊരു ഇൻഫെക്ഷനാണ് സംഭവം. അത് ശരിയാണ്. WHO പോലും പറഞ്ഞിട്ടില്ല അതിനൊരു പാൻഡമിക് ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ എപ്പിഡമിക് ആയിട്ടോ അവർ കൺസിഡർ ചെയ്തിട്ട് പോലുമില്ല. ഇത് ചൈനയിലുള്ള ഒരു കോമൺ, അതായത് ഒരു മുകളിലോട്ട് വിൻ്റർ ആയിക്കഴിഞ്ഞാലുള്ള സംഭവമാണ്. അതായത് ചൈനേൻ്റെ നോർത്ത് പാർട്ടിലോട്ടൊക്കെ ഈ വിൻ്റർ കൂടുമ്പോൾ ഉള്ള ഒരു ഇൻഫെക്ഷനും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ഹലോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ കാര്യങ്ങളുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ എന്തായാലും ഡൗട്ടൊക്കെ ചൈനയിലത്തെ കറണ്ട് സിറ്റുവേഷനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചോദിക്കണം. കമൻറ്റിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം എന്താണ് കാര്യം എന്നുള്ളത്, റിയാലിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലായെങ്കിൽ നിങ്ങൾ ഇത് വിശ്വസിക്കൂ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ മീഡിയ പറയുന്നതാണെങ്കിൽ അത് വിശ്വസിച്ചിട്ട് പോയിക്കോളൂ. പിന്നെ വെറുതെ ഭയപ്പെടേണ്ട ഒരു കാര്യം തന്നെയില്ല. ഇവിടെ എല്ലാം ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളെ പേടിപ്പെടുത്തുന്ന ബാക്കിയുള്ള എല്ലാ സുഹൃത്തിനും ഈ വീഡിയോസ് നിങ്ങൾ അയച്ചു കൊടുക്കണം. ഓക്കെ.